പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. ഒരു കട്ടൻ കാപ്പിയും ഫ്ലൈറ്റിലെ ഇഡ്ഡലിയും സാമ്പാറും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുമാവും. എനിക്ക് ഫ്ലൈറ്റിലെ ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റേ ക്രൂവിൻ്റെയും കൂടെ ഉപ്പുമാവ് എടുത്ത് കഴിച്ചു. ഹോട്ടലെത്തിയപ്പോൾ അവിടെ ബുഫേ നടക്കും. അന്ന് അവിടെയും തല കാണിക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് കയറി കുറേ എന്തൊക്കെയോ പ്ലേറ്റിൽ വാരി എടുത്തു. ഒരു അവിയൽ പരുവത്തിൽ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു, ഒരു ഗ്ലാസ് ചായ കുടിച്ചു. എന്നിട്ട് നേരെ റൂമിലെത്തി. ഒരുറക്കം ഉറങ്ങി എണീറ്റ് 3:30 ആയപ്പോൾ ലഞ്ച് ഓർഡർ ചെയ്തു. ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും ഓർഡർ ചെയ്ത് എനിക്ക് ഒരു ഫ്രൈഡ് റൈസും 2 ചില്ലി ചിക്കനുമാണ് വന്നത്. സാരില്ല, ഒരെണ്ണം നമുക്ക് സ്റ്റാർട്ടറും ഒരെണ്ണം നമുക്ക് മെയിൻ ഡിഷും ആക്കാം. പിന്നെ ഒരു ചീസ് കേക്കും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ചീസ് കേക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ആദ്യം ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് കഴിക്കാമെന്ന്. പക്ഷേ വേണ്ട, സമാധാനപരമായിട്ട് ഇരുന്ന് കഴിക്കണം. ഇനി ചായ കുടിച്ചില്ല എന്നുള്ള സങ്കടം വേണ്ടാന്നോർത്ത് ചായ ഓർഡർ ചെയ്തു. ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഞാൻ പിന്നെയും മനസ്സിലാക്കി. പിന്നെ ഡിന്നറിൻ്റെ സമയമായിരുന്നു. ഞാൻ എൻ്റെ പ്ലേറ്റിൽ കൊള്ളുന്ന മാക്സിമം സാധനങ്ങൾ എടുത്തിട്ടാണ് വരാറുള്ളത്. കാരണം എനിക്ക് 5-6 പ്രാവശ്യം എഴുന്നേറ്റ് പോകുന്നത് ഇഷ്ടമല്ല. പിന്നെ പാനിപ്പൂരിയായി, ഡെസേർട്സ് ആയി, ഫ്രൂട്ട്സ് ആയി, മോമോസ് ആയി, ഐസ്ക്രീം ആയി. എനിക്ക് കോമ്പിനേഷൻസിൻ്റെ പ്രശ്നമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരും, ഒരുമിച്ചിരുന്ന് കഴിക്കും. ലാസ്റ്റ് ഞാൻ പാമ്പര ഒഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊന്ന് സെറ്റായിട്ട് വേണം റൂമിൽ കിടന്നുറങ്ങാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ബൈ.